നിങ്ങളിപ്പോൾ ഈ കേട്ട സൗണ്ട് എൻ്റെ മാതാശ്രീൻ്റെ സൗണ്ടാണ്. സ്നേഹം വരുമ്പോൾ അങ്ങനെ കളിക്കാറുണ്ട്. ബൈ ദ വേ, പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ എണീച്ചത്. പക്ഷേ പഠിത്തു വെച്ച് ബാക്കിയുള്ള ഭംഗിയായിട്ട് നടന്നു. കൂട്ടിനൊരാളുണ്ട്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വെളിയിറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ആൻഡ് എനിക്കിത് പുതുമയുള്ള കാഴ്ചയില്ല, കാര്യം ഞാൻ ഇതൊന്നും കാണാറുള്ളതാണ്. ഇതൊക്കെ നമ്മളെ ഗസ്റ്റാണ്. രാവിലെ ഞാനോ അമ്മയോ ഇവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇവരെ കുറച്ച് ലീലാവിലാസങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം. ഫുഡ് കൊടുക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായ ഇതാണ് ഇവരവസ്ഥ. നമ്മൾ വന്ന് ഇങ്ങനെ കടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഫുഡ് കിട്ടിയിട്ടേ അവർ പോവും. അങ്ങനെ ആ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്ലാന്റ്സിൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ ഇന്ന് രാവിലെ അവരുടെ അടുത്ത് പോയി പുതിയ ഇല വന്നോ, പൂ വന്നോ, പുതിയ മുട്ട വന്നോ, അങ്ങനെയൊക്കെ ഞാൻ നോക്കാറുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കോള് വരുന്നത്. മോളെ, നീ ഫ്രീ ആണോ, മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വൈ നോട്ട്, വന്നോളൂ. ഈ പ്ലാന്റ്സിനോടുള്ള ഇഷ്ടം എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ അമ്മയ്ക്കുണ്ട്. സോ ഈ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയാൽ എനിക്കൊരു ചെടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അമ്മയെ കണ്ണ് കാണിക്കും. കാര്യം ഞാൻ ഇനി ആ ചെടിയൊക്കെ പറിക്കാൻ പോയാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അമ്മ പോയാൽ അവരൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവാണേ. അങ്ങനെ കൊണ്ടുവന്ന കുറച്ചൊക്കെ ചെടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാക്കിയൊക്കെ ഡാഡിൻ്റെ കാല് പിടിച്ച് സോപ്പിട്ടൊക്കെ വാങ്ങുന്ന ചെടികളാണ് ഈ കാണുന്നത്. അങ്ങനെ ആ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. ആരെയാ? വേറെ ആരെയല്ല, മെഹന്തി ഇട്ട് കൊടുക്കാനുള്ള ആളെ ഞാൻ കാത്തിരിക്കുക. ആള് 3 മണിക്ക് വരുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ 2:30 തൊട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഏത് ഡെഡിക്കേഷൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്നല്ലേ, ഇതിങ്ങനെ ഇരിക്കുന്ന മെഹന്തി ഇതിങ്ങനെ വെച്ചാൽ മേടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്തോഷിക്കായി എന്ത് ചെയ്യുന്നത്. ആ സത്യം ഞാൻ എപ്പോഴാണ് അറിഞ്ഞ? വാട്ട് എ ട്രാജഡി. അല്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പ് ആവാറുള്ള പതിവ്. അങ്ങനെ എൻ്റെ കാത്തിരിപ്പിന് ഒരവസാനമായി. ഇതോ ആള് വന്നു. അങ്ങനെ ഒട്ടും സമയം കളഞ്ഞില്ല, നമ്മൾ പരിപാടി തുടങ്ങി. ഇതാ എനിക്ക് കാണിച്ച റെഫറൻസ്. ആ കാണിച്ചെന്ന റെഫറൻസിൻ്റെ അത്ര പോയില്ലെങ്കിലും ഏകദേശം തട്ടികുട്ടിയൊക്കെ ഒപ്പിച്ചു. ബാക്കി അങ്ങനെ ആയോ ഇല്ലേന്ന് നിങ്ങൾ കമൻ്റ് ഇട്, ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന്. ബൈ ദ വേ, ഇവർക്കൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയാണ് കേട്ടോ മെഹന്തി ഇടുന്നത്. അതുകൊണ്ട് നല്ലപോലെ വരച്ചു കൊടുത്തേ വെക്കൂ. അത് നന്നായിട്ട് വരയ്ക്കാൻ ഞാൻ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കുമ്പം നല്ല വൃത്തിക്കും നല്ല ഡെഡിക്കേഷനിൽ ഇട്ട് കൊടുക്കണമല്ലോ. സ്വന്തമായി ഇട്ടപ്പോഴേ ഫ്ലോപ്പായി, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഫ്ലോപ്പ് ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. ഞാൻ വലിയ പ്രൊഫഷണലായിട്ടുള്ള ഡിസൈനർ അല്ലെങ്കിലും ചില ഫങ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതാണ് ഞാൻ ബാക്ക് സൈഡിൽ ഇട്ട് കൊടുത്ത ഒരു ഡിസൈൻ. അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് ഒരാൾക്ക് ഇട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനിലെ ഡിസൈനും ഇത് ബാക്ക് പോർഷനിലെ ഡിസൈനുമാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ സക്സസ്ഫുള്ളി ഒരാൾക്ക് ഇട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോഴാണ് അറിഞ്ഞത് ഒരാൾക്ക് ക്യാമറ ഷൈ ആണെന്ന്. പക്ഷെ ഞാൻ വിടൂ, ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ ആ മുഖം കണ്ടിരിക്കും. അങ്ങനെ രണ്ടാമത്തെ ആൾക്ക് ഈ ഒരു ഡിസൈനാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിൻ്റെ റെഫറൻസ് ഇടാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ 2 പേർക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമയമായി. അങ്ങനെ ഈ കാണുന്ന കുറിപ്പാണ് നമ്മളെ വീട്ടിലത്തെ അടുത്തൊരു മെമ്പർ, പേര് ലക്കി. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ക്യാമറ ഷൈ ഗേൾ, ഇതാ കണ്ടില്ലേ ആ മുഖം. ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ ആ മുഖം കണ്ടിരിക്കുമെന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഈ സാധനം വന്ന് ഗേറ്റ് കളിച്ചു കൊള്ളാൻ പറഞ്ഞു. കാര്യം എന്താ, സാറിന് അവരങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എങ്ങനെയെങ്കിലും അവരങ്ങ് പറഞ്ഞയച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ബൈ.